നമസ്കാരം. ജി സുധാകരനിട്ട് പണി വരുന്നു എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ ഓൺലൈൻ മാധ്യമമാണ് DNA ന്യൂസ് മലയാളം. കാരണം നമുക്ക് കൃത്യമായി തന്നെ വിവരങ്ങൾ കിട്ടി. ആലപ്പുഴയിൽ ജി സുധാകരനെ ഒതുക്കാൻ വേണ്ട പരിപാടികളുമായി പലരും ഇറങ്ങിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി അടക്കം, സജി ചെറിയാൻ അടക്കം ഇതിന് നേതൃത്വം നൽകുന്നു എന്ന കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് ആ വാർത്ത ചെയ്തത്. സത്യമായി സംഭവിച്ചില്ലേ? നമ്മൾ പറഞ്ഞത് അതേപടി തന്നെ സംഭവിച്ചില്ലേ? സുധാകരനെ സമ്പൂർണമായി ഒതുക്കിയിരിക്കുന്നു. സുധാകരന് ഇതുവരെ പാർട്ടിയിൽ നിന്ന് നേരിട്ട തിരിച്ചടികൾ അല്ലെങ്കിൽ പാർട്ടിയുടെ അവഗണന ഒക്കെ പോട്ടെ, അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിച്ചിരിക്കുന്നു. ഒപ്പം മാധ്യമ പ്രവർത്തകരും പാവങ്ങൾ അറിയാതെ ചിരിച്ചുപോയി. പരിഹാസ ചിരി തന്നെയാണ്. ശരീര ഭാഷ കണ്ടാൽ MV ഗോവിന്ദൻ പറഞ്ഞ ആ ഒരു വാക്കുകളും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും കണ്ടാൽ അറിയാം സുധാകരനൊക്കെ ആര് എന്നുള്ള ഒരു നിലവാരത്തിലുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ നടത്തിയത്. അതിനുശേഷം സുധാകരനെ വിളിച്ചു, അനുനയ നീക്കത്തിന് ശ്രമിച്ചു. MA ബേബി ഉടൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തും തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇങ്ങനെ ആളുകളെ ഒതുക്കി പുതിയ ആളുകളെ പൊക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പുതിയ ആളുകളെ പൊക്കിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ കാലിന്റെ കീഴിൽ കിടക്കുന്ന തമ്പുരാൻ പറയുന്നത് എല്ലാം കേൾക്കുന്ന ആളുകളെ പൊക്കിക്കൊണ്ടുവരുന്ന ആ ഒരു ശ്രേണി, ആ ഒരു നേതാക്കളുടെ ആ ഒരു ശ്രേണി സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ വിചാരിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടി CPM-ന്, ഇടതുപക്ഷത്തിന് കിട്ടും എന്ന് തന്നെ ഉറപ്പ്. തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിനെതിരെ വ്യാപകമായി സഖാക്കൾ, ആ പ്രദേശത്തെ സഖാക്കൾ പ്രചരണം നടത്തി. അവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടു. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന സീറ്റാണ് തളിപ്പറമ്പ് എന്ന നിലയിലാണ് MV ഗോവിന്ദന്റെ പെരുമാറ്റങ്ങളും പ്രസ്താവനകളും ഒക്കെ. ഭാര്യയ്ക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക്, അമ്മാവന്റെ മക്കൾക്ക് ഒക്കെ സീറ്റ് റിസർവ് ചെയ്ത് വച്ചിരിക്കുന്ന പരിപാടി CPM-ൽ എന്ന് മുതൽ തുടങ്ങി എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പൊന്നുതമ്പുരാന്റെ ആ ഒരു പിടിയിൽ അമർന്നതിന് ശേഷമാണ് പാർട്ടി ഇത്രയും വലിയ ഒരു ദുരവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പം തളിപ്പറമ്പിൽ MV ജയരാജനോ അല്ലെങ്കിൽ MV നികേഷ് കുമാറോ മത്സരിക്കും, പാർട്ടി ഇല്ലെങ്കിൽ പാർട്ടി അണികൾ അല്ലെങ്കിൽ സഖാക്കൾ തിരിഞ്ഞു കൊത്തും എന്നുള്ള ആ ഒരു ഭീതി മൂലം PK ശ്യാമളയെ തൽക്കാലം ഒഴിവാക്കി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ അവസാന നിമിഷം PK ശ്യാമള പൊങ്ങി വരുമോ എന്നറിയില്ല. അവർ നല്ല രാഷ്ട്രീയ നേതാവൊക്കെയാണ്. ആന്തൂർ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയാണ്. എന്നാൽ പോലും ജനാധിപത്യ മഹിളാ കോൺഗ്രസ് മഹിളാ അസോസിയേഷന്റെ ഒക്കെ തന്നെ അധ്യക്ഷയൊക്കെയാണ്, സെക്രട്ടറിയൊക്കെയാണ് അവർ. നന്നായി. അപ്പം PK ശ്യാമളയെ പോലെ ഉള്ള ആളുകളെ, ചില ആളുകളെയൊക്കെ തന്നെ പ്രത്യേകമായി ഉയർത്തിക്കൊണ്ടുവരാൻ വീണ ജോർജിനെ മത്സരിപ്പിക്കും. ഭർത്താവിൽ ആര് പറഞ്ഞാലും മത്സരിപ്പിക്കും. കാരണം സഭയുടെ വോട്ടുണ്ട്. പക്ഷെ സഭ വോട്ട് ചെയ്യണം, എന്നാലേ കാര്യങ്ങൾ നടക്കൂ. അദ്ദേഹത്തിന് വീണ ജോർജിന്റെ ഭർത്താവിന് കുടുംബം നോക്കുന്ന ഒരു കുടുംബിനിയായ ഒരു സഹധർമ്മിണിയെ വേണമെന്നുണ്ട്. അത് പാർട്ടി സമ്മതിക്കില്ല. വീണ ജോർജ് തന്നെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പാണ്. ഇതുപോലെ ആളുകളെ ഒഴിവാക്കിയും വേണ്ടപ്പെട്ടവരെ കൈപിടിച്ച് പൊക്കി ആവശ്യമില്ലാതെ പൊക്കി നിർത്തിയുമൊക്കെ CPM ഈ നെറികെട്ട കളികൾ എത്ര കാലം കളിക്കും? ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമാണ്, ഞങ്ങൾ സൗകര്യം പോലെ ചെയ്യും, താനാരാ ചോദിക്കാൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ എന്നെപ്പോലെ, നിങ്ങളെപ്പോലുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത്. ഒരുത്തരം വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടി? അങ്ങനത്തെ പാർട്ടികൾ എത്ര എണ്ണമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ആരും അറിയാത്ത പാർട്ടി, അറിയപ്പെടാത്ത പാർട്ടി. ആ അവസ്ഥയിലേക്ക് CPM പോകാൻ ഒരുങ്ങുകയാണ്. നടക്കട്ടെ കാര്യങ്ങൾ. സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഭംഗിയായി നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ. വീണ ജോർജ് മത്സരിക്കട്ടെ, പറ്റുമെങ്കിൽ PK ശ്യാമള തന്നെ തളിപ്പറമ്പിൽ മത്സരിക്കട്ടെ. പേരാവൂരിൽ KK ശൈലജയെ കൊണ്ട് നിർത്തി തോപ്പിക്കട്ടെ. സണ്ണി ജോസഫിനെ മറികടക്കാൻ വേണ്ടിയാണ് ശൈലജയെ നിർത്താൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. 70% അടുത്ത് കുടിയേറ്റ കർഷകർ, ക്രിസ്ത്യാനികളുള്ള നാട്ടിൽ സണ്ണി ജോസഫ് അല്ലാതെ ഇനി ഇടതുപക്ഷ പ്രവർത്തകരാണെങ്കിൽ കൂടി അവർ തീർച്ചയായിട്ടും സണ്ണി ജോസഫിന്റെ കൈപ്പത്തിക്ക് കുത്തുകയുള്ളൂ. അതറിയാവുന്നത് കൊണ്ട് അവരെ അവിടെ നിർത്തി തോൽപ്പിച്ച് അവരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പരിപാടി എന്നത് വ്യക്തം. എന്തായാലും നടക്കട്ടെ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളും ഇതുപോലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പാർട്ടികൾക്കുള്ളിലെ ഒക്കെ തന്നെ പൊരുത്തക്കേടുകളും ഒക്കെ തന്നെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.